ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം എനർജീസ് ആണുള്ളത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കാം. എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് നോക്കാം. ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണ്, ഇന്നത്തെ എനർജി, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കാം. പോസിറ്റീവ് ആയിട്ടിരിക്കണേ, അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക. താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് എന്ന് പറയാം. തന്നെല്ലാ സൗഭാഗ്യങ്ങൾക്ക് നന്ദി എന്ന് പറയാം. വീടുള്ളതിന് നന്ദി, നല്ല മക്കളെ തന്നതിന് നന്ദി, നല്ല ഭാര്യ ഭർത്താവിനെ തന്നതിന് നന്ദി, നല്ല ജീവിതം തന്നതിന് നന്ദി പ്രാർത്ഥിച്ചുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. നോക്കാം എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഫസ്റ്റ് കാർഡ് വന്നിട്ട് ഹൈ പ്രീസ്റ്റസ് ആണ്. ഹൈ പ്രീസ്റ്റസ് നിങ്ങൾക്ക് ഹൈലി ഇൻറ്റ്യൂഷൻ ഉള്ള ദിവസം, ഹൈലി ഇൻറ്റ്യൂട്ടീവ് ആയിരിക്കും. അതായത് എന്താണ് നടക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് വ്യക്തമായ ധാരണ നിങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ എന്താണോ ഒരു കണ്ണാടി പോലെ ഇങ്ങനെ കാണുന്നത്, അല്ലെങ്കിൽ ഒരു സിനിമ പോലെ നിങ്ങളുടെ മനസ്സിൽ എന്താണോ വരുന്നത്, അത് തന്നെയായിരിക്കും ഇന്നത്തെ ദിവസം ഓൾ ത്രൂ ദ ഡേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ വൈകുന്നേരം രാത്രിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് ഓൾറെഡി ഇൻഡ്യൂഷൻ വരുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ എവിടെയെങ്കിലും ഇരുന്ന് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ആ ആളെ ഓർമ്മ വരും. അല്ലെങ്കിൽ ഒരാൾ നിങ്ങളെ ഫോൺ ചെയ്യുന്നു വിചാരിക്കുമ്പോൾ തന്നെ നിങ്ങൾ അവരെക്കുറിച്ച് ആലോചിക്കും, ഉടനെ അവരുടെ കോൾ വരും, അപ്പോൾ നിങ്ങൾ അന്തം വിട്ടു. അതാണ് ഈ ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ ഇതൊരു സ്പിരിച്വൽ ഫീമെയിൽ എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ഇന്നേ ദിവസം ഒരു സ്പിരിച്വൽ ഫീമെയിൽ എനർജിയെ കാണാനോ അവരിൽ നിന്ന് ഗൈഡൻസ് എടുക്കാനോ അവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനോ ഒക്കെ സാധിക്കും. പിന്നെ ഇത് നിങ്ങൾക്ക് മുമ്പിൽ റിവീൽഡ് അല്ലാത്ത രഹസ്യങ്ങളൊക്കെ നിങ്ങൾക്ക് മുമ്പിൽ റിവീൽഡ് ആകാൻ സാധ്യതയുണ്ടെന്നാണ്. അതായത് നിങ്ങൾ അറിയാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളിന്ന് അറിയാൻ സാധ്യതയുണ്ട് എന്നാണ് ഈ ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി പറയുന്നത്. പിന്നെ ഇതൊരു വളരെ ഡിവൈൻ കണക്ഷനുള്ള ദിവസമാണ്. അതായത് ദൈവത്തിന് നിങ്ങളുടെ മേലൊരു കയ്യൊപ്പുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളിലൂടെ എന്തൊക്കെയോ കാര്യങ്ങൾ ഈ പ്രപഞ്ചം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് നിങ്ങളെന്ന ചാനലിലൂടെ ഈ പ്രപഞ്ചം ഈ ഭൂമിയിലേക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചില മനുഷ്യരിലേക്ക് നിങ്ങളിലൂടെ എത്താനുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു ദിവസമായിരിക്കും ഹൈ പ്രീസ്റ്റസ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഹൈ പ്രീസ്റ്റസ്. അതുപോലെ നിങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ടാവും. അതായത് സീക്രട്ട് നോളജ് ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ ടാരോയോ ആസ്ട്രോളജിയോ അതുപോലെയുള്ള നിഗൂഢശാസ്ത്രങ്ങൾ ഏതെങ്കിലുമൊക്കെ ചിലപ്പോൾ നിങ്ങൾ പഠിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കത് വെളിവാകുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ ഇപ്പോൾ ടാരോ കാർഡ്സൊക്കെ കണ്ടാൽ, ഈ വീഡിയോസൊക്കെ കണ്ടാൽ, ടാരോയുടെ സ്പ്രെഡ് കണ്ടാൽ മതി നിങ്ങൾക്കത് എന്താണെന്ന് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ നിഗൂഢശാസ്ത്രങ്ങളിലൊക്കെ അഗ്രഗണ്യരാകുന്നു എന്നൊക്കെയാണ് ഈ ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി പറയുന്നത്. അതായത് നിങ്ങൾക്ക് തന്നെ ഒരു അവബോധം ഉണ്ടാവുന്നുണ്ട്, ഇതെന്താണ്, വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ, അല്ലെങ്കിൽ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ബിറ്റ്വീൻ എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് എന്നാണ് ഈ ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി പറയുന്നത്. ഓക്കെ, നിങ്ങൾ തന്നെ ഒരു സ്പിരിച്വൽ ഫീമെയിൽ എനർജിയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും, അല്ലെങ്കിൽ ഒരു ഫീമെയിൽ എനർജി, ഒരു സ്പിരിച്വൽ ഫീമെയിൽ എനർജിന്ന് നിങ്ങൾ ഗൈഡൻസ് ഒക്കെ എടുക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. സെക്കൻഡ് കാർഡ് 5 ഓഫ് കപ്സ് ആണ്. ഇത് എന്തോ ഒരു പാസ്റ്റിലുണ്ടായ നഷ്ടത്തെ ഓർത്ത് ദുഃഖിച്ച് നിൽക്കുന്നൊരു കാർഡാണ്. അതായത് നമുക്ക് ഒഴിഞ്ഞ കപ്പുകളെ നോക്കിയാണ് നമ്മൾ നിൽക്കുന്നത്, നമുക്ക് ചുറ്റുമുള്ള നിറഞ്ഞ കപ്പുകളെ കാണുന്നില്ല. അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ എന്തോ ഒരു കാര്യത്തെ ഓർത്തിട്ട് നിങ്ങൾ ദുഃഖിച്ചിരിക്കുകയാണ്. പുതിയ പുതിയ അവസരങ്ങളുണ്ട്, നിങ്ങളത് കാണുന്നില്ല. നിങ്ങൾക്ക് ചുറ്റും സന്തോഷം തരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, നിങ്ങളത് കാണുന്നില്ല. നിങ്ങൾ പകരം പഴയതിനെ നോക്കി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. മേ ബി ഈ നഷ്ടപ്പെട്ടു പോയ കാര്യത്തിൻ്റെ കാരണങ്ങൾ നിങ്ങൾക്ക് ചുറ്റും തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ അതിനെ നോക്കിയാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പുറത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിമനോഹരമായ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട്. നിങ്ങളത് എടുക്കുക, ഓപ്പർച്യൂണിറ്റി ഉണ്ടോ നോക്കുക, അത് കണ്ടെത്തുക, അത് എടുക്കുക, മുന്നോട്ട് പോകുക എന്നുള്ളൊരു കാര്യമേ ഉള്ളൂ. നിങ്ങൾക്ക് പ്രപഞ്ചത്തിൻ്റെ എല്ലാവിധ സഹായവും സഹകരണവും ഒക്കെ ഉള്ള ദിവസമാണ്. നിങ്ങൾ ആ പഴയ ദുഃഖത്തിലൊന്നും നോക്കി നിൽക്കേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ് ഈ 5 ഓഫ് കപ്സ് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് കാർഡ് 7 ഓഫ് കപ്സ് ആണ്. അപ്പോൾ വീടുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചിലപ്പോൾ ഇന്ന് ചെയ്യുന്നുണ്ടായിരിക്കും. മേ ബി നിങ്ങളുടെ വീട് പണി നടക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ വീട് വാങ്ങിക്കുക, വിൽക്കുക, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യം ചിലപ്പോൾ ഇന്ന ദിവസം ചെയ്യുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പർച്ചേസ് ചെയ്യുക, അതായിരിക്കാം. അല്ലെങ്കിൽ പുതിയ ബന്ധങ്ങൾ, പിന്നെ പാരമ്പര്യ സ്വത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ചോദ്യങ്ങൾ, പറച്ചിലുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടാവാം. അതുമല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഇന്നൊരു സെലിബ്രേഷനിൽ പങ്കെടുക്കുന്നുണ്ടാകാം.
മോസ്റ്റ്ലി ഇത് വീടാണ് കേട്ടോ. വീടുമായി ബന്ധപ്പെട്ടത് തന്നെ ആവാനാണ് സാധ്യത. ചിലപ്പോൾ വീട് ഒരുപാട് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ നിങ്ങളൊരു വീടിൻ്റെ പ്ലാൻ ആരെ കൊണ്ടെങ്കിലും വരപ്പിക്കുന്നതായിരിക്കും, നിങ്ങൾ സ്വന്തമായിട്ട് വരയ്ക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ വെക്കാൻ പോകുന്ന വീട് ഇങ്ങനെ ആയിരിക്കണമെന്ന് നിങ്ങൾ സങ്കല്പിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വീട് പണി നടക്കുന്നുണ്ടെങ്കിൽ ആ വീട് പണിയിൽ എന്തെങ്കിലും ഒരു പുതിയ കാര്യം ചെയ്യുന്നുണ്ടായിരിക്കും. ചിലപ്പം കട്ടള വെക്കുന്നതോ അല്ലെങ്കിൽ വാർക്കലോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചിലപ്പോൾ ഇന്ന് നടക്കുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ഇന്ന് വീട് വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും സംസാരങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ അഡ്വാൻസ് വാങ്ങിക്കുക, ചിലപ്പോൾ അത് എഴുതുക, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യം ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലെ ഒരു അച്ചീവ്മെൻറ്റിൻ്റെ ദിവസമാണ് അത്. നിങ്ങളുടെ ലൈഫിൽ, അതായത് നിങ്ങളുടെ ലൈഫിനെ മുന്നോട്ട്, നിങ്ങളുടെ ഗ്രോത്തിലേക്ക് മുന്നോട്ട് നയിക്കുന്ന എന്തോ ഒരു കാര്യം, പ്രത്യേകിച്ച് വീടുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നടക്കാൻ സാധ്യതയുണ്ട് എന്നാണ് കേട്ടോ 7 ഓഫ് കപ്സ് പറയുന്നത്. പിന്നെ ഇവിടെ ഇന്നത്തെ ദിവസം ഒരു ഫോക്കസ് ഇല്ലായ്മ കാണുന്നുണ്ട്. അതായത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരിക്കും, മൾട്ടി ടാസ്കിങ് ആയിരിക്കും, മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ആയിരിക്കും, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഏതാദ്യം ചെയ്യണമെന്നറിയില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല, അത്തരത്തിലൊരു ഫോക്കസ് ഇല്ലായ്മയാണ്. നമുക്കൊരു ഇല്യൂഷൻ്റെ ആയിരിക്കും, അതെടുത്താലോ ഇതെടുത്താലോ. ഇപ്പോൾ ഒരു പർച്ചേസിങ്ങിന് പോയാൽ തന്നെ നമ്മൾ കൺഫ്യൂസ്ഡ് ആവും, അത് വേണോ ഇത് വേണോ എന്ന് കൺഫ്യൂസ്ഡ് ആവും, ഇനി അത് വേണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കും. അങ്ങനെയുള്ളൊരു ഫോക്കസ് ഇല്ലായ്മ നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ചെയ്യേണ്ടി വരും, ഇല്യൂഷൻ്റെ ആയിരിക്കും. അതുപോലെ മൾട്ടി ടാസ്കിങ് ആയിരിക്കും, ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. മൾട്ടി ടാസ്കിങ്, മൾട്ടിപ്പിൾ ഓപ്പർച്യൂണിറ്റീസും മൾട്ടിപ്പിൾ ഓപ്ഷൻസും ആയിരിക്കും. അപ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആണ്, എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയാത്തൊരു അവസ്ഥയിലൂടെ ആയിരിക്കും ചിലപ്പോൾ ഇന്ന് പോകുന്നത്. ഓക്കെ, ചിലപ്പോൾ ഒരു നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട അല്ലാത്ത മറ്റെന്തോ ഒരു കാര്യം അതിൽ നിങ്ങൾ വ്യാകുലപ്പെടുന്നുണ്ടായിരിക്കും. നിങ്ങൾ യൂഷ്വലി ചെയ്യുന്ന ജോലിയുമായിട്ട് ബന്ധപ്പെട്ടതല്ലാത്ത മറ്റേതെങ്കിലും ഒരു കാര്യം ഓർത്ത് നിങ്ങൾ വ്യാകുലപ്പെടുന്നതാകാനും സാധ്യതയുണ്ട്. അതാണ് 7 ഓഫ് കപ്സ് പറയുന്നത്. എംപററാണ് ഇത്. ഒരുപക്ഷെ നിങ്ങളുടെ മേലധികാരിയായിരിക്കാം, അല്ലെങ്കിൽ യൂണിഫോം ജോബ് ഇട്ട ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ഒരു നിയമ സംവിധാനത്തിൻ്റെ മേലധികാരിയായിരിക്കാം. അങ്ങനെ ആരോ ഒരാളെ നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പം നിങ്ങളുടെ മേലധ്യക്ഷൻ അല്ലെങ്കിൽ മേലധികാരിയാണ് എങ്കിൽ ചിലപ്പോൾ അവരുടെ ഒരു ഈഗോ, നിങ്ങൾക്കും അവർക്കുടെ ഈഗോ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ചിലപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവാൻ സാധ്യതയുണ്ട്. ഇനി അതല്ല, നിങ്ങളൊരു വർക്ക് പ്ലേസിലാണെങ്കിൽ മറ്റുള്ളവരുടെ ഈഗോ ആയിരിക്കാം. ഇനി അതുമല്ല, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ യൂണിഫോം ജോബ് ഇട്ട ആളുകളുമായിട്ട്, അല്ലെങ്കിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെയൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ഒഫീഷ്യൽ ആവശ്യങ്ങൾക്കായിരിക്കാം, എന്തെങ്കിലും ഒരു നിങ്ങളുടെ പേഴ്സണൽ ആവശ്യമായിരിക്കാം, ഒഫീഷ്യൽ ആവശ്യമായിരിക്കാം. അങ്ങനെ ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് യൂണിഫോം ഇട്ട ആളുകളെയോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെയോ മീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. യൂണിഫോം ജോബ്സ് എന്ന് പറയുമ്പോൾ പോലീസ് ആയിരിക്കാം, അങ്ങനെയുള്ള യൂണിഫോം ജോബ്സ് ആയിരിക്കും കേട്ടോ. പോലീസോ പട്ടാളം അങ്ങനെ എന്തുവാകാം. ഇനി അതല്ലെങ്കിൽ കോടതി കേസ്, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിന്നൊരു ഉത്തരവോ എല്ലാം വരുന്നതാകാനും സാധ്യതയുള്ളതാണ് എംപറർ എനർജി പറയുന്നത്. പിന്നെ നിങ്ങളും കുറച്ച് ഈഗോയിസ്റ്റ് ആയിരിക്കും, അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പിന്നെ ഒരു സ്ട്രക്ചർ ഇല്ലായ്മയിൽ നിന്ന് സ്ട്രക്ചറിലേക്ക് വരുന്ന ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾ മൊത്തത്തിലൊരു അടുക്കും ചിട്ടയും ഇല്ലാതെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അടുക്കും ചിട്ടയും വേണമെന്നതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ വരുന്നതായിരിക്കും. ചിലപ്പോൾ നിങ്ങളൊരു അടുക്കും ചിട്ട എന്ന് പറയുമ്പോൾ വീടെടുക്കുന്നതാവാം, ചിലപ്പോൾ നിങ്ങളുടെ ജീവിതം എടുക്കുന്നതാവാം, ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഫുഡ് ഹാബിറ്റ്സിനെ നടക്കുന്നതാവാം, നിങ്ങളുടെ ഡെയിലി റുട്ടീൻസ് എടുക്കുന്നതായിരിക്കും. അപ്പോൾ എന്തോ ഒരു അടുക്കും ചിട്ടയും ലൈഫിലേക്ക് വരുന്ന പോലെയൊക്കെ കാണുന്നുണ്ട്. അതാണ് എംപറർ എനർജി. സ്ട്രക്ചർ ആൻഡ് ഫങ്ഷനാണ് എംപറർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ജോബിൽ പ്രൊമോഷനൊക്കെ നോക്കി നിൽക്കുന്ന ആളുകളെയൊക്കെ സംബന്ധിച്ചാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പുതിയ ജോബ് ഓഫർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രൊമോഷനൊക്കെ കിട്ടാൻ സാധ്യത ഉണ്ടെന്നാണ് കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് നമ്മൾ റീഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് റെസണേറ്റ് ആകുമ്പോഴേ നിങ്ങൾ പേഴ്സണലി വന്നിട്ട് ഇങ്ങനെ ഈ മെസ്സേജ് അയക്കുന്നതിന് പകരം അതൊന്ന് കമൻറ്റിലിട്ടാൽ നല്ലതായിരിക്കും കേട്ടോ. പേഴ്സണലി വന്ന് പറയുമ്പോൾ ഞാൻ മാത്രമല്ലേ അറിയുള്ളൂ, അപ്പോൾ നിങ്ങളത് കമൻറ്റിൽ വന്ന് പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. കമൻറ്റ് ഇടാൻ എന്തിനാണ് പേടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, അതാണ് എംപറർ എനർജി കേട്ടോ. ദെൻ 9 ഓഫ് കപ്സ് എന്ന് പറയുന്നത്, ഇത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, പക്ഷേ മടിയാണ്, അല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്നില്ല, ഞാൻ പിന്നെ ചെയ്തോളാം എന്നുള്ള രീതിയിൽ നമ്മൾ മാറി നിൽക്കുന്ന, മടി പിടിച്ചിരിക്കുന്ന ഒരു എനർജിയാണ്. നമുക്ക് ഒരുപാട് കാര്യം ചെയ്യാനുണ്ട്, പക്ഷെ നമ്മളതിനെ വേണ്ട രീതിയിൽ ഗൗനിക്കുന്നില്ല, പരിഗണിക്കുന്നില്ല. നമ്മളത് പിന്നെ ചെയ്തോളാം എന്ന് വിചാരിച്ച് മടി പിടിച്ചിരിക്കുന്ന ഒരു എനർജി ആയിരിക്കാൻ സാധ്യതയുണ്ട്. മടി പിടിച്ചിരിക്കുക തന്നെയാണ് കേട്ടോ, ആക്ഷൻ എടുക്കാതെ മടി പിടിച്ചിരിക്കുക. രണ്ടാമത്തേന്ന് പറയുന്നത്, നമുക്ക് ഒരു അമിതമായ ആത്മവിശ്വാസം കാരണം ഞാൻ ചെയ്യാനുള്ളതൊക്കെ ചെയ്തു, ഇനി എല്ലാം ഇങ്ങോട്ട് വന്നോളൂ എന്നുള്ളൊരു ധാരണയിൽ നമ്മളൊന്നും ചെയ്യാതിരിക്കുന്ന ഒരു എനർജിയാണ് 9 ഓഫ് കപ്സ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ഈ അമിത ആത്മവിശ്വാസം കൊണ്ടായിരിക്കാം അങ്ങനെ ചെയ്യുന്നത്, ചിലപ്പോൾ അല്ലെങ്കിൽ മടി കൊണ്ടായിരിക്കാം. ഈ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ട്, പക്ഷെ നിങ്ങളൊന്നും ചെയ്യാതിരിക്കുന്ന എനർജിയാണ് 9 ഓഫ് കപ്സ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ഒന്നും ചെയ്യാത്തതിൻ്റെ പേരിൽ നിങ്ങൾക്കിന്ന് വഴക്ക് കേൾക്കാനും സാധ്യതയുണ്ട് കേട്ടോ. നിങ്ങളുടെ മേലുദ്യോഗസ്ഥരെന്നോ ആരിൽ നിന്നെങ്കിലും നിങ്ങൾ ചെയ്യേണ്ട കാര്യം ചെയ്യാത്തതിൻ്റെ പേരിൽ വഴക്ക് കേൾക്കാൻ സാധ്യതയുണ്ട്.
ഓക്കെ. നെക്സ്റ്റ് 6 ഓഫ് വാണ്ട്സ് ആണ്. ഇത് അപ്രതീക്ഷിതമായിട്ട് ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു കാണാൻ ആഗ്രഹിച്ച ഒരാളെ കാണാനോ, ഒരു റിയൂണിയൻ്റെ കാർഡാണ് 6 ഓഫ് വാണ്ട്സ്. കാണാൻ സാധ്യതയുണ്ട്, മീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് 6 ഓഫ് വാണ്ട്സ് പറയുന്നത്. ദെൻ പബ്ലിക് റെക്കഗ്നേഷൻ, നിങ്ങളുടെ മെറിറ്റുകൾ മറ്റുള്ളവർ റെക്കഗ്നൈസ് ചെയ്യും. അതായത് നിങ്ങൾ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ മറ്റുള്ളവർ നിങ്ങൾ ചെയ്തു എന്ന് അവരെ അംഗീകരിക്കാൻ സാധ്യതയുണ്ട്. ആ ആളുകൾക്ക് നിങ്ങളോട് വളരെ ഒരു അഡ്മിറേഷൻ തോന്നാൻ സാധ്യതയുണ്ട്. അതുപോലെ ഒരു സക്സസിൻ്റെയും വിക്ടറിയുടെയും കാർഡാണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു പുതിയ കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നതൊരു സക്സസിൻ്റെ ദിവസമായിരിക്കും. ഇനി നിങ്ങളൊരു പാഷൻ ചേസ് ചെയ്താണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു അച്ചീവ്മെൻറ്റിൻ്റെ ദിവസമായിരിക്കും. ചിലപ്പോൾ പേയ്മെൻ്റ് ഒക്കെ കിട്ടുന്നതായിരിക്കാം. ഇപ്പോൾ ടാരോ ഒക്കെ റീഡ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യമായിട്ട് റീഡിങ് കിട്ടുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും പേഴ്സണലി വിളിച്ച് അഡ്വൈസ് ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ അത്തരത്തിലൊരു അച്ചീവ്മെൻറ്റ്, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിങ്ങൾക്കൊരു അച്ചീവ്മെൻറ്റ് കിട്ടുന്നതാകാൻ സാധ്യതയുണ്ട്. അതിപ്പോൾ ഏത് കാര്യത്തിലും ആകട്ടോ. നിങ്ങളിപ്പോൾ ഏത് മേഖലയിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളോട് മേലുദ്യോഗസ്ഥരോ കൂട്ടുകാരൊക്കെ നീ ഇന്ന് ചെയ്ത് നന്നായി എന്ന് ചിലപ്പോൾ ഒന്ന് പറയുന്നതാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതാണ് 6 ഓഫ് വാണ്ട്സ്. ഇതൊരു റിയൂണിയൻ്റെ കാർഡും കൂടിയാണ് കേട്ടോ. നിങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യാനോ, അതായത് സെപ്പറേഷനിലുള്ള ലവേഴ്സായിട്ടുള്ള ആളുകൾ പരസ്പരം കാണാനോ, മീറ്റ് ചെയ്യാനോ, ഒരുമിച്ച് യാത്ര ചെയ്യാനോ, അടുത്തിരിക്കാനോ ഒക്കെ സാഹചര്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതാണ് 6 ഓഫ് വാണ്ട്സ്. ദെൻ ഏസ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി, പുതിയൊരു അവസരം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ്. ഇത് യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് വെച്ച് നീട്ടുന്ന ഒരു അവസരമാണ്. ചിലപ്പോൾ നിങ്ങൾ മൊത്തത്തിൽ തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുന്ന ഒരാളായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് ഇന്നൊരു പുതിയ അവസരം, ഒരു ജോബ് ഓഫർ ആയിരിക്കാം. ചിലപ്പോൾ ഒരു സർപ്രൈസ് ആയിട്ട് നിങ്ങളെ കാണാൻ വരുന്നതായിരിക്കാം. നിങ്ങൾക്കൊരു ഗിഫ്റ്റ് കിട്ടുന്നതായിരിക്കാം. അതുമല്ലെങ്കിൽ നിങ്ങൾ പിണങ്ങി പിരിഞ്ഞൊക്കെ ഇരിക്കുന്ന ആളുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നതായിരിക്കാം. ഇനി അതുമല്ലെങ്കിൽ നിങ്ങളായിട്ട് ഒരു ഇടം കണ്ടെത്തുന്നതായിരിക്കും. നിങ്ങൾ സ്വന്തമായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടെത്തി അതിലേക്ക് പോകുന്നതാവാൻ സാധ്യതയുണ്ട്. എന്തായാലും ഒരു പുതിയ തുടക്കമാണ് ഇത്. ഒരു ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരാളുടെ റിയൂണിയനാണ്. ഇതൊരു റിയൂണിയൻ്റെ കാർഡാണ്. അപ്പോൾ ഒന്നുകിൽ നിങ്ങളിൽ നിന്ന് പോയിട്ടുള്ള ഒരാൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ഒരു പുതിയ പ്രണയം നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അതാണ് ഏസ് ഓഫ് കപ്സ്. ഒരു പുതിയ പ്രണയം എന്നാണ് ഏസ് ഓഫ് കപ്സ് പറയുന്നത്. ഇത് നിങ്ങൾക്ക് എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളോട് പെട്ടെന്നൊരു പുതിയ ഇമോഷണൽ ഔട്ട് ബ്രേക്കോ ഒരു സ്പിരിച്വൽ കണക്ഷനോ ഒക്കെ തോന്നുന്നതാകാൻ സാധ്യതയുണ്ട്. പുതിയതായിട്ട് ഓൾറെഡി നിങ്ങളുടെ ലൈഫിലുള്ള ഒരാളോട് നിങ്ങൾക്ക് പുതിയതായിട്ട് തോന്നുന്നതായിരിക്കും. അല്ലെങ്കിൽ പുതിയൊരാൾ നിങ്ങളിലേക്ക് ഒരു കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്യുന്നതായിരിക്കും. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ആദ്യമായിട്ട് കാണുന്ന ആളാണ്, നിങ്ങൾക്കൊരു സ്പിരിച്വൽ അവേക്കനിങ് പോലെ അയാളോട് എന്തോ ഒരു കണക്ഷനൊക്കെ ഫീൽ ചെയ്യുന്നതാകാനും സാധ്യതയുണ്ട്. ഇതൊരു പുതിയ പ്രണയത്തിൻ്റെയൊക്കെ കാണാൻ കേട്ടോ ഏസ് ഓഫ് കപ്സ്. പിന്നെ ഇത് ഏസ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് ന്യൂ ബേബി, ഫെർട്ടിലിറ്റിയുടെ ഒക്കെ കാർഡാണ്. അപ്പോൾ കുഞ്ഞുങ്ങളുണ്ടാകാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന, അങ്ങനെ ഒരു വാർത്ത കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പ്രഗ്നൻ്റ് ആണ് എന്നറിയുന്നതായിരിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നതായിരിക്കും. അത്തരത്തിലുള്ളൊരു നിങ്ങൾ ഇപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ് ഒക്കെ എടുക്കുന്ന ആളുകളാണെങ്കിൽ IVFോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ട്രീറ്റ്മെൻറ്റ് ഒക്കെ എടുക്കുന്നവരാണെങ്കിൽ അത് സക്സസ്ഫുൾ ആവുന്നതോ അല്ലെങ്കിൽ അതിനൊരു പോസിറ്റീവ് റിസൾട്ട് വരുന്നതോ ഒക്കെ ആകാനും സാധ്യതയുണ്ട്. അതൊക്കെയാണ് ഏസ് ഓഫ് കപ്സ് പറയുന്നത് കേട്ടോ. ഈ താമരപ്പൂവോ പിങ്ക് നിറമുള്ള പൂവോ ഒക്കെ നിങ്ങൾ പടത്തിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കാണാനോ, അതിൻ്റെ വീഡിയോയോ ഫോട്ടോയോ, താമരപ്പൂവാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്, അത്തരത്തിലുള്ള പൂവ് കാണാനോ അത് സ്മെല്ല് ചെയ്യാനോ അതിങ്ങനെ കയ്യിൽ വരാനോ ഒക്കെ സാധ്യതയുള്ളൊരു ദിവസമാണ്. ദെൻ ചാരിയറ്റാണ്, ഒരു യാത്ര ഉണ്ടെന്ന് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഒരിക്കലും സംഭവിക്കില്ല എന്ന് വിചാരിച്ച എന്തോ ഒരു കാര്യം അത് നിങ്ങളുടെ ലൈഫിൽ അത് നടക്കേണ്ടതായതുകൊണ്ട് യൂണിവേഴ്സായിട്ട് നിങ്ങളിലേക്ക് അത് വീണ്ടും ആ യാത്രയെ പുനരാരംഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യവും അവസാനിച്ചു എന്ന് വിചാരിക്കേണ്ട. ഒരു കാര്യവും ഒന്നിൻ്റെയും അവസാനമല്ല, അതൊരു പുതിയ തുടക്കമാണ്. എവിടെ നിന്ന് പോയോ അവിടെ നിന്ന് ഒരു പുതിയ തുടക്കത്തിലേക്ക് നിങ്ങൾ വരുന്നു എന്നാണ് ചാരിയറ്റ്. അതായത് ഇനി ഒരിക്കലും ഒരു അനക്കമില്ല, അത് അപൂർണമായി അവസാനിച്ചു പോയി എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഏതോ ഒരു കാര്യത്തിൽ ഇന്നൊരു പുതിയ തുടക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെ ചാരിയറ്റ് എനർജിയാണ്, യാത്രയാണ്, ഒരു അനക്കം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത് പേജ് ഓഫ് കപ്സും 7 ഓഫ് പെൻറ്റക്കിൾസും ആണ്. ഇത് മേ ബി റിലേഷൻഷിപ്പ് തന്നെ ആയിരിക്കാം. അതായത് നിങ്ങൾ കാത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, കാണാൻ ആഗ്രഹിച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തി നിങ്ങളെ കാണാൻ വരുന്നു എന്നുള്ളതാണ്. മേ ബി നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ ആയിരിക്കാം. മേ ബി നിങ്ങൾ തമ്മിൽ ഒരുപാട് നല്ലത് കാണുന്നുണ്ടായിരിക്കില്ല. ചിലപ്പോൾ അയാളിൽ നിന്നൊരു കമ്മ്യൂണിക്കേഷനോ കോളോ കിട്ടുന്നതായിരിക്കും. അതല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ കാണാൻ വേണ്ടി അയാൾ വരുന്നതായിരിക്കും. അല്ലെങ്കിൽ അവിചാരിതമായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് മീറ്റ് ചെയ്യുന്നതാകാനും സാധ്യതയുണ്ട്. ഇതെന്തായാലും നിങ്ങൾ കാത്തിരുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് കാണുന്നതോ അയാളോടൊപ്പം യാത്ര ചെയ്യുന്നതോ അതോ അല്ലെങ്കിൽ നിങ്ങൾ അത്തരത്തിലുള്ളൊരു കണക്ഷൻ ഇല്ലാതിരുന്നിടത്ത് എന്തോ ഒരു അനക്കം സംഭവിക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ആ ആൾ നിങ്ങളെ കാണാൻ വരുന്നതോ നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് കാണുന്നതോ ആകാൻ സാധ്യതയുണ്ട്.
നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് നിങ്ങൾ ജോലി ചെയ്യുന്നു, കൂലി കിട്ടുന്നു എന്നാണ്. എക്സ്ട്രാ വർക്ക് ചെയ്യേണ്ടി വരും. എക്സ്ട്രാ വർക്ക് ചെയ്യാന്ന് വെച്ചാൽ എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ടി വരും. ആ എഫേർട്ടിനനുസരിച്ചുള്ള പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും. അതിൽ നിന്ന് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഏൺ ചെയ്യുക എന്ന് വെച്ചാൽ നിങ്ങൾക്കത് സേവ് ചെയ്യാൻ പറ്റും. അതാണ് എയ്റ്റ് ഓഫ് പെൻറ്റക്കിൾസ്. അപ്പോൾ ഇന്ന് കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ട ദിവസമാണ്. കുറച്ചധികം ജോലി ചെയ്യേണ്ടി വരും. ഒരേ കാര്യം തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യേണ്ടി വരും. മറ്റുള്ളവരുടെ കൂടെ ജോലി ചിലപ്പോൾ ഏറ്റെടുത്ത് ചെയ്യുന്നതായിരിക്കാം. എന്നാലും എക്സ്ട്രാ എഫേർട്ടാണ്. ചെയ്യേണ്ട കാര്യം തന്നെ വീണ്ടും ചെയ്യുന്നതാണ്. ചിലപ്പോൾ ഒരു സ്കില്ലൊക്കെ നിങ്ങൾ പഠിക്കാൻ പോകുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യത്തിൻ്റെ ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് പോകുന്നതായിരിക്കാം. അതുമല്ലെങ്കിൽ നിങ്ങൾ ഒരു സ്കില്ല് ഉപയോഗിച്ച് പണം ഉണ്ടാക്കുന്നതും ആകാം. നിങ്ങൾക്കറിയാവുന്ന ഒരു സ്കില്ല് ഉപയോഗിച്ച് പണം ഉണ്ടാക്കുന്നതും ആകാം. അതാണ് എയ്റ്റ് ഓഫ് പെൻറ്റക്കിൾസ്. എന്തായാലും പണം കിട്ടുമെന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ സ്കില്ല് ഉപയോഗിച്ച് നിങ്ങൾ പണം നേടുന്നു എന്നാണ് കേട്ടോ. അതിൽ മാസ്റ്ററി എടുക്കുന്നു എന്നൊക്കെയാണ്. 4 ഓഫ് വാണ്ട്സ് ആണ്. 4 ഓഫ് വാണ്ട്സ് ഒരു സെലിബ്രേഷൻ്റെ കാർഡാണ്. ഹോം കമ്മിങ്ങിൻ്റെയും മാനിഫെസ്റ്റേഷൻ്റെയും കാർഡാണ്. നിങ്ങൾ ഇന്ന് മാനിഫെസ്റ്റ് ചെയ്തോ അത് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ്. നിങ്ങളുടെ കല്യാണമോ കല്യാണ നിശ്ചയമോ ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ കല്യാണ നിശ്ചയത്തിൻ്റെ ഡേറ്റ് എടുക്കുന്നതായിരിക്കാം, പെണ്ണ് കാണാൻ വരുന്നതായിരിക്കാം, കല്യാണം തീരുമാനിക്കുന്നതായിരിക്കാം. അത്ര ഒരു എനർജി ഉണ്ട്. ദെൻ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുണ്ട്. ദെൻ നിങ്ങളുടെ ഒരു അച്ചീവ്മെൻറ്റിൻ്റെ ഫസ്റ്റ് ലെവൽ, ഇവിടെ 6 ഓഫ് വാണ്ട്സ് സെക്കൻഡ് ലെവൽ അച്ചീവ്മെൻ്റ് ആണെങ്കിൽ 4 ഓഫ് വാണ്ട്സ് ഫസ്റ്റ് ലെവൽ അച്ചീവ്മെൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ വളരെ ആഗ്രഹത്തോടെ ആവേശത്തോടെ കൂടി ചെയ്യുന്നൊരു കാര്യത്തിന് അവിടെ നിങ്ങൾക്കൊരു റിവാർഡ് കിട്ടുക, മറ്റുള്ളവർ നിങ്ങളെ അത് അംഗീകരിക്കുക, നിങ്ങൾ നന്നായിട്ട് അത് ചെയ്തു എന്ന് പറയുക, നിങ്ങൾക്കൊരു സമ്മാനം കിട്ടുക. അതായത് നിങ്ങൾ എത്ര പാഷനേറ്റ് ആയിട്ടാണ് ഒരു കാര്യം ചെയ്യുന്നത് അതിന് മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നൊരു റെക്കഗ്നേഷൻ കിട്ടുക, ഒരു അച്ചീവ്മെൻറ്റ് കിട്ടുക എന്നുള്ളതാണ് 4 ഓഫ് വാണ്ട്സ് പറയുന്നത്. ഇത് ഒരു സെലിബ്രേഷനിൽ പങ്കെടുക്കുന്നു, കല്യാണ നിശ്ചയമോ കല്യാണമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ഗ്യാതറിങ്, ഒരു കമ്മ്യൂണിറ്റിയിൽ ഭാഗമാവുക, അത്തരത്തിലുള്ളൊരു എനർജിയാണ്. അപ്പോൾ അവിടെ നിങ്ങൾ ഒത്തുചേരുന്നുണ്ടാവാം, അതിൻ്റെ ഭാഗമാവുന്നുണ്ടാവാം. അത്തരത്തിലുള്ളൊരു എനർജി ഉണ്ട്. അതിൻ്റെ കൂടെ ഇതൊരു റീയൂണിയൻ്റെ കാർഡാണ്. സോൾമേറ്റ് യൂണിയനാണ്. ഇതൊരു ട്വിൻ ഫ്ലെയിം സോൾമേറ്റ് യൂണിയനാണ്. ചിലപ്പോൾ നിങ്ങളുടെ സോൾമേറ്റ് ആയിട്ടുള്ള ആളെ നിങ്ങൾ കാണാൻ സാധ്യതയുണ്ട്. അവിടെ ഒരു റീയൂണിയൻ്റെ കാർഡാണ് വരുന്നത്. ഒട്ടം നിൽക്കുന്ന നൈറ്റ് ഓഫ് വാണ്ട്സ് ആണ്. ജോലിയിൽ വളരെ പാഷനേറ്റ് ആയിരിക്കും, ക്വിക്കായിട്ട് ആക്ഷൻ എടുക്കും, ക്വിക്കായിട്ട് അതൊക്കെ ചെയ്ത് തീർക്കുകയും ചെയ്യും. വളരെ പാഷനേറ്റാണ്. ഇന്ന് എന്ത് കാര്യം ചെയ്താലും അതിനോട് വല്ലാത്തൊരു അഭിനിവേശം ഉണ്ടായിരിക്കും. വളരെ ആത്മാർത്ഥമായിട്ടൊക്കെ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. വളരെ പാഷനേറ്റായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഫിസിക്കൽ അഡ്മിറേഷൻസ് കൂടുതലായിരിക്കും. നിങ്ങൾ ഈ കമിതാക്കളിലാണെങ്കിൽ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിലാണെങ്കിൽ കുറച്ച് ഫിസിക്കൽ അഡ്മിറേഷൻ വളരെ കൂടുതലുള്ളൊരു ദിവസമായിരിക്കും. ഇതൊക്കെയാണ് നൈറ്റ് ഓഫ് വാണ്ട്സ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു കമൻറ്റും കൂടെ ചെയ്യണം. ഹൈപ്പ് ഓപ്ഷൻ കണ്ടാൽ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നാളെ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.